ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിലയിൽ നിന്ന് മുന്നറിയിപ്പ് നിരപ്പിലേക്ക് താഴ്ന്നതോടെ ആശങ്ക ഒഴിയുന്നു. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ ശമനം ലഭിച്ചതോടെ മൂവാറ്റുപുഴയിലെ പ്രദേശങ്ങളിൽ നിന്നും പ്രളയഭീതിയും ആശങ്കകളും ഒഴിഞ്ഞു തുടങ്ങുന്നു. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിലയിൽ നിന്ന് മുന്നറിയിപ്പ് നിരപ്പിലേക്ക് താഴ്ന്നതോടെയാണ് ആശങ്ക ഒഴിഞ്ഞു തുടങ്ങുന്നത്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 5 ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഓരോ ഷട്ടറിൽ നിന്ന് 50 സെന്റിമീറ്റർ വെള്ളം വീതമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ സ്വന്തം വീടുകളിലേക്കും ബന്ധുക്കളുടെ വീടുകളിലേക്കും മടങ്ങി തുടങ്ങി. ശനിയാഴ്ച പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് വാഴപ്പള്ളി സ്കൂൾ, ടൗൺ UP സ്കൂൾ, മാറാടി UP സ്കൂൾ, കടാതി NSS കരയോഗം, കടാതി സൺഡേ സ്കൂൾ, കാവുങ്കര വനിതാ സെന്റർ, കുര്യന്മല കമ്മ്യൂണിറ്റി സെന്റർ, ലൊറേറ്റ ആശ്രമം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നത്. എന്നാൽ ഞായറാഴ്ചയോടെ മഴ മാറിയതിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഭൂരിഭാഗം കുടുംബങ്ങളും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്ന് താലൂക്ക് അധികൃതർ സ്ഥിരീകരിച്ചു. വെള്ളം കയറിയ വീടുകളിൽ മൂവാറ്റുപുഴ നഗരസഭ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പെയ്ത കനത്ത മഴയിൽ മൂവാറ്റുപുഴ താലൂക്കിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. മഞ്ഞള്ളൂരിൽ വീടുകൾക്ക് ഭീഷണിയായി മണ്ണിടിച്ചിലുണ്ടായി. മൂവാറ്റുപുഴ ഇലാഹിയ നഗറിൽ 30ഓളം വീടുകളിൽ വെള്ളം കയറുകയും വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ താലൂക്ക് സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നിലയിലെ ഇൻപേഷ്യന്റ് വാർഡിൽ വെള്ളം കയറി. രണ്ടാർ, കവളക്കുഴി തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മൂവാറ്റുപുഴയാറിലെ പുഴയോര നടപ്പാത ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മൂവാറ്റുപുഴയാറിന്റെ തീരങ്ങളിൽ വസിക്കുന്നവർ തുടർന്നും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനുമായി പ്രത്യേകം കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.